മാഷേ, ഗോവിന്ദൻ മാഷിന് നട്ടപ്രാന്താണോ എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. കാരണം നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് AI കാര്യത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. അതിൽ തന്നെ നിറച്ചും വൈരുദ്ധ്യമാണ്. ആദ്യം അദ്ദേഹം പറയുന്നു AI സോഷ്യലിസത്തിലേക്കുള്ള ഒരു വലിയ പാതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് പറയുന്നു അത് തൊഴിലില്ലായ്മ ഉണ്ടാക്കും, പണങ്ങൾ മുഴുവൻ പണമുള്ളവരുടെ കയ്യിൽ തന്നെ സ്വരൂപിച്ച് വെക്കും, മുതലാളിത്തത്തിന് വലിയ ആക്കം കൂട്ടും എന്നൊക്കെ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ AI ബന്ധപ്പെട്ടിട്ട് ഈ ഗോവിന്ദൻ മാഷ് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ. നമ്മൾ ഗോവിന്ദൻ മാസ്റ്ററുടെ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ ഇതാണ്. കാരണം CPMൻ്റെ സൈദ്ധാന്തിക മുഖമാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുമെങ്കിലും CPMൻ്റെ എല്ലാ സൈദ്ധാന്തിക സ്വഭാവ സവിശേഷതകളും തകർക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അദ്ദേഹം ഒരു കായിക പരിശീലന അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറല്ല ശരീരമാണ് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഏർപ്പാടാണ് ഒരു ഫിലോസഫിക്കൽ ഡയലോഗെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഫിലോസഫിക്കൽ ഡയലോഗിന് കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാൾ അതിന് ശ്രമിക്കുന്ന സമയത്തുണ്ടാകാവുന്ന എല്ലാ ദുരന്തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആത്യന്തികമായിട്ട് ഗോവിന്ദൻ മാസ്റ്ററെയല്ല നശിപ്പിക്കുന്നത്, CPMനെയാണ്. കാരണം CPM കേരള സമൂഹത്തിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വലിയ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങി അല്പം ശേഷിയോടുകൂടി അവശേഷിക്കുന്നത് കേരള സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് നിന്ന് CPMനെ തുടച്ചു മാറ്റാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ സൈദ്ധാന്തിക ഉദ്ദീരണങ്ങൾ സഹായിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത്, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്ന ഈ സംഭവം വളരെ ഗൗരവമായി സമീപിക്കേണ്ടതായ ഒരു സാങ്കേതിക വികാസമാണ്. ആധുനിക ലോകത്തെ രൂപപ്പെടുത്താൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. എല്ലാ മേഖലയിലും അത് നിറഞ്ഞു കയറുകയും സമൂഹത്തെ തന്നെ മാറ്റിപ്പണിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റ്, സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ മുഖത്തെ പുതുക്കിപ്പണിയുന്ന ഈ പ്രക്രിയയിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനാണ് ഇടപെടുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അയാൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തളിപ്പറമ്പിൽ CPMൻ്റെ സമ്മേളന നഗരിയിലാണ് സഹാക്കളോട് പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഷ്യലിസത്തിലേക്കുള്ള നടപ്പാതയാണ്, നമ്മളതിലൂടെ നടന്നു കയറിയാൽ സോഷ്യലിസത്തിലേക്ക് എത്തിച്ചേരും എന്നാണ്. അപ്പോൾ മാർക്സിസം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതിനൊരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നു. ആ പാതയിലൂടെ ഗോവിന്ദൻ മാസ്റ്റർ പുതിയ രീതിയിൽ ഒരു ശാസ്ത്രീയ ബോധവുമില്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം നേരത്തെ ഈ സോഷ്യലിസത്തിലേക്ക് എത്തുന്ന പാതയെക്കുറിച്ച് പറയുമ്പോൾ മുതലാളിത്തത്തിൻ്റെ ജീർണതയിൽ നിന്ന് തൊഴിലാളി വർഗം വളർന്നു വന്ന് മുതലാളിത്തത്തിൻ്റെ ശവക്കുഴി വെട്ടി അതിൽ മുതലാളിത്തത്തിനെ അടക്കം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരികയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ അധികാരങ്ങളെല്ലാം കൊഴിഞ്ഞു പോവുകയും എല്ലാം ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള വളരെ സ്വപ്നദർശിയായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാവുകയും ആ സാമൂഹ്യ വ്യവസ്ഥയിൽ ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചും ലഭ്യമാകുന്ന ഒരു പ്രത്യേക സമൂഹത്തെക്കുറിച്ചാണ് സങ്കല്പങ്ങൾ. അതുപോലും സാങ്കല്പികമാണ്. സാങ്കല്പിക സോഷ്യലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അത് ഉട്ടോപ്യനാണ്, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഇന്ന് ലോകത്തെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിനി വെറുതെ ഇരുന്ന് കൊടുത്താൽ ചുവപ്പ് വോളണ്ടിയർ പരേഡും അതേപോലെ തന്നെ സെല്യൂട്ടൊക്കെ അടച്ച് നമ്മളിങ്ങനെ നടന്നാൽ സോഷ്യലിസം താനെ വന്നോളും. കാരണം സോഷ്യലിസം കൊണ്ടുവരാനായിട്ട് നമ്മുടെ പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യത്തെ ദിവസം പറഞ്ഞത്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് മാധ്യമങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പതുക്കെ തിരുത്തി. അത് തിരുത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് പ്രമുഖർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അദ്ദേഹം വന്നു. ഇപ്പോൾ എനിക്കൊന്ന് 2013 ഓക്സ്ഫോർഡ് സർവകലാശാല ദ ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ
ലോകത്താകമാനം സർവേ നടത്തുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ 2030 ആകുമ്പോൾ ഏതാണ്ട് 40% തൊഴിൽ എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇല്ലാതാകും എന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിന് പകരം തൊഴിലുകൾ വരും. പക്ഷേ ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഇല്ലാതാകുമ്പോൾ പകരം വരുന്നത് 10,000-കണക്കിന് തൊഴിലുകളായിരിക്കും എന്നുള്ള ഒരു സൂചന അതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭാവിയിൽ വലിയ ഒരു തൊഴിൽ പ്രതിസന്ധി ലോകത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ അവർ സൂചിപ്പിച്ച വളരെ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയം അതിനകത്തുണ്ടായിരുന്നു. അതായത് ഭാവിയിൽ നമ്മളുടെ റോഡുകളിൽ കാറുകൾ, ഓട്ടോറിക്ഷകൾ, ലോറികൾ, ബസ്സുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിലൊന്നും ഡ്രൈവർ ഉണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല. ഇപ്പോൾ ഡ്രൈവറില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകൾ ഉണ്ടാകും. ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡ്രൈവർമാരാണ് ലോകത്ത് പണിയെടുക്കുന്നത്, അറിയാൻ. അപ്പോൾ അവരില്ലാതാകുക എന്ന് പറഞ്ഞാൽ അവരുടെ പണി മുഴുവൻ പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് പകരം എന്ത് പണി ഉണ്ടാവും? ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കണ്ടെത്തൽ. പണി ഉണ്ടാവുമായിരിക്കും, കാരണം മനുഷ്യനെ അതിജീവിക്കണം. അപ്പോൾ അങ്ങനെ അതിജീവന സാധ്യതകളിലേക്ക് മനുഷ്യൻ എത്തിക്കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പണികൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കും എന്ന നമ്മുടെ ഒരു പ്രത്യാശയും പ്രതീക്ഷയാണ്. പക്ഷേ പ്രതിസന്ധികളുണ്ടാകും എന്നുള്ളത് ശരിയാണ്. അങ്ങനെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്, ലോകത്ത് പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആളുകൾ അവരെല്ലാം വലിയ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പുതിയ കാലത്തെ സമ്പന്നർ മാസ്ക് അടക്കമുള്ള ആളുകളിൽ കടന്നു വരുന്നത് എവിടെ നിന്നാണ്? IT മേഖലയിൽ നിന്നാണ് കടന്നു വരുന്നത്. എന്നുവെച്ചാൽ അത് വെറുതെ വെർച്വൽ ക്യാപിറ്റലാണ് നമ്മൾ നോക്കുന്ന സമയത്ത്, റിയൽ ആയിട്ട് നമുക്ക് തോന്നുകയില്ല. പഴയ കാലത്ത് ഉൽപ്പാദനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിലും പ്രോഡക്റ്റുകൾ വരികയും അതിൻ്റെ ലാഭം കാണാമറയത്ത ലാഭം പോലെ വളർന്ന് വികസിക്കുകയൊക്കെ ചെയ്യാണ്. ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് കമ്മ്യൂണിസത്തിന് അതുപോലെ മാർക്സിസത്തിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒന്നാം വ്യവസായ വിപ്ലവ കാലത്തുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ അന്ന് ഡെവലപ്പ് ചെയ്തത്. അതിൽ നിന്ന് എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം തലമുറ, വ്യവസായ വിപ്ലവത്തിൻ്റെ ഒന്നാം തലമുറ കഴിഞ്ഞു, രണ്ടാം തലമുറ കഴിഞ്ഞു, മൂന്നാം തലമുറ കഴിഞ്ഞു, നാലാം തലമുറയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്നുവെച്ചാൽ നാലാം വ്യവസായ വിപ്ലവ കാലഘട്ടത്തിലാണ് ഇന്നത്തെ മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം കുതിച്ചയാട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു. അത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാലാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് 2000-ന് ശേഷം ആരംഭിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ ഈ 2025 ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും അത് ലോകം മുഴുവനും അത് വിഴുങ്ങിക്കഴിഞ്ഞൊരവസ്ഥയിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമ്പത്തിൻ്റെ ഒരു കുന്നുകൂടൽ എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന മുതലാളിമാരുടെ കൈകളിലല്ല, പുതിയ മുതലാളിമാരുടെ കൈകളിലേക്കാണ് പണം വരുന്നത്. അവർ വളരെ സമ്പന്നരായി മാറുന്നുണ്ട്. വലിയ തരത്തിലുള്ള സാമ്പത്തിക അസമത്വം എന്ന് പറയുന്ന ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിനൊന്നും പ്രതിരോധിക്കാനും അതിന് പ്രതിവിധി കാണാനും പറ്റുന്ന തരത്തിലേക്ക് മാർക്സിസത്തിന് വളർച്ചയില്ല. കാരണം മാർക്സിസം ശരിക്കും പറഞ്ഞാൽ മാറ്റത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണെങ്കിലും ആ മാറ്റം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വളർത്തി വികസിപ്പിക്കാനായിട്ട് മാർക്സിസ്റ്റ് ആചാര്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാർക്സിന് പകരം ഇവിടെ ഗോവിന്ദനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാർക്സ് വലിയ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയായിരുന്നു. എന്നാൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കുഴിയാനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവരാണെന്ന് എന്ത് ചെയ്യുന്നത്, മാർക്സിസത്തെ വ്യാഖ്യാനിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് മാർക്സിസത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഏത് വിഷയവും മുന്നോട്ട് പോകണമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള കാര്യപ്രാപ്തിയുള്ളതായിട്ടുള്ള ബുദ്ധിയുള്ളതായിട്ടുള്ള മനുഷ്യരാവശ്യമാണ്. അത് ഇദ്ദേഹത്തിന് തീരെയില്ല എന്ന് അദ്ദേഹം ഈ 3-4 ദിവസത്തിനുള്ളിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ മണ്ടനാണ് എന്നും പറഞ്ഞു. ഈ AI യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയോജനം സമൂഹത്തിന് നൽകുമെങ്കിലും മനുഷ്യരില്ലാതാകും എന്നൊരു വലിയ വെല്ലുവിളിയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതൊരു സത്യമാണോ? അതെ, ആന്ത്രപ്പോളജിക്കൽ ഇഷ്യൂ എന്ന നിലക്ക്, എന്നുവെച്ചാൽ നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന നിലക്ക് വരാൻ പോകുന്ന കാലത്ത് മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഇല്ലാതായി കളയും. കാരണം നമ്മളും റോബോട്ടുകളും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരാണ്.
നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്നത്, നമ്മൾ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, നമ്മൾ CPM-നെക്കുറിച്ച് BJP-യെക്കുറിച്ച് കോൺഗ്രസിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് നമ്മളിലുള്ള ഈ മനുഷ്യത്വപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മനുഷ്യത്വമില്ല, മനുഷ്യനില്ല, എല്ലാം ഒരു യന്ത്രസമാനമായിട്ടുള്ള രീതിയിൽ എത്തിച്ചേരും. അതാണ് അതിൻ്റെ അപകടം. ആ അപകടത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ അതിലേക്ക് മനുഷ്യരെത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ആർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള മണ്ടത്തരങ്ങൾ ദിവസങ്ങൾ മാറി മാറി വരുമ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള പാർട്ടിയെ കുറേശ്ശെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.